ചില സമയങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ അവർ നിൽക്കുന്ന ഭാഗം മാത്രം കളറും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറും അവർ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലും. എങ്ങനെ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഒരു ഫോട്ടോ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും നമ്മളെ കളറിലുമാക്കി മാറ്റാൻ സാധിക്കും? നമ്മൾ PicsArt എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. PicsArt ഓപ്പൺ ചെയ്യുക, നമ്മളുടെ ഫോണിൽ പ്ലസ് ബട്ടൺ കൊടുക്കുക. പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത്. ആ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ PicsArtലേക്ക് ആ ഫോട്ടോ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒട്ടനവധി ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ താഴെ രണ്ടാമതായിട്ട് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. ടൂൾസിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നാലാമതായിട്ട് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് അത് ഏറ്റവും കുറവിലേക്ക് മാറ്റുക. ഏറ്റവും കുറവിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമ്മളുടെ ഫോട്ടോ മുഴുവനായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുകളിലായിട്ട് ഒരു ഇറേസർ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ വന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നിൽക്കുന്ന അത്രയും ഭാഗം കളറിലും ബാക്കി ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും വരുന്നത് കാണാം. ഇനി നമ്മുടെ ക്ലോത്ത് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതിയെങ്കിൽ ക്ലോത്ത്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ക്ലോത്ത് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരികയും ബാക്കി ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് കളറിലേക്ക് മാറുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മളെ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, ബാക്ക്ഗ്രൗണ്ട് കളറും വേണമെങ്കിൽ ഏറ്റവും ആദ്യം പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ബാക്ക്ഗ്രൗണ്ട് കളറിലും വരുന്നതാണ്. നമ്മൾ കളറിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ആരോ മാർക്ക് താഴേക്ക് കിടക്കുന്നത് കാണാം, അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫോട്ടോ ഗ്യാലറിയിൽ സേവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ നിങ്ങൾ കമൻ്റായിട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.